ക്യാൻസർ ഉണ്ടാകുന്നത് തടയുന്നതിലൂടെ ലൈഫ് സേവ് ചെയ്യുന്ന 2 വാക്സിൻസിനെ കുറിച്ച് പഠിക്കാം. ഒന്ന് HPV വാക്സിനും 2 ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനും. വീഡിയോ സേവ് ചെയ്തിട്ടുള്ളൂ, എക്സാംസിന് ഗുണപ്പെടും. അപ്പോൾ മനസ്സിലാക്കുക, ഇത് രണ്ടും HPV വാക്സിൻ ആയിക്കോട്ടെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ആയിക്കോട്ടെ വൈറൽ ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടി കൊടുക്കുന്ന വാക്സിനാണ്. അപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻസ്, ഈ വൈറസ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ ക്യാൻസർ ഉണ്ടാക്കിയേക്കാം. അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആയിക്കോട്ടെ ഹെപ്പറ്റൈറ്റിസ് ബി ആയിക്കോട്ടെ. നമുക്കറിയാം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പ്രധാനമായിട്ട് സെർവിക്കൽ ക്യാൻസറിന് കാരണക്കാരനാണ്. രണ്ടാമത് ഹെപ്പറ്റൈറ്റിസ് ബി ലിവർ ക്യാൻസറിന് കാരണക്കാരനാണ്. അപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതിലൂടെ വാക്സിൻ കൊടുത്തിട്ട് ആ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാം. അല്ലാതെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്നതല്ല. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കേണ്ടി വരും. അതുണ്ടാകാതിരിക്കാൻ അതിൻ്റെ ഒരു മെയിൻ കാരണം ഈ വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ആ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്സിൻ കൊടുക്കുന്നത്. പ്രിവെൻറ്റീവ് സൈക്കാണ്, അത് മറന്നു പോകരുത്. ഓക്കെ, ഇനി കുറച്ചുകൂടെ പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെർവിക്കൽ ക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരനാണ്. ഏകദേശം 99% കാരണം ഇത് തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇത് സെർവിക്കൽ ക്യാൻസർ മാത്രമല്ല, അതുകൂടെ അറിഞ്ഞു വെക്കണം. ഓറോഫാരിഞ്ചിയൽ ക്യാൻസർ, അതുപോലെ തന്നെ ഏനൽ ക്യാൻസർ, മറ്റ് ജനേറ്റൽ ക്യാൻസേഴ്സ് എസ്പെഷ്യലി പെനൈൽ ക്യാൻസേഴ്സിൻ്റെയൊക്കെ കാരണക്കാരനും കൂടെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, ഇത് ഫീമെയിൽസിന് മാത്രമാണ് ഈ വാക്സിൻ കൊടുക്കേണ്ടത്. അങ്ങനെയല്ല, മെയിൽസിനും കൊടുക്കണം. ഐഡിയലി പറയുന്ന ഒരു 9 to 14 years. ഓക്കെ, ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയം, ഒരു സെക്ഷുവൽ എക്സ്പോഷർ തുടങ്ങുന്നതിന് മുമ്പ്. കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ആ എക്സ്പോഷറിന് മുമ്പ് കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റായിട്ട് പറയുന്നത്. അത് നോട്ട് ചെയ്തിട്ടുള്ള. അപ്പം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കാരണം സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നു, ഈ പറഞ്ഞ ക്യാൻസേഴ്സ് ഉണ്ടാകുന്നു. ഈ HPV വാക്സിൻ കൊടുക്കുന്ന പോലെ ആ ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാം. അതിലൂടെ ക്യാൻസർ ഉണ്ടാകുന്നത് തടയാനും പറ്റും. രണ്ടാമത്തത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ കൊണ്ട് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഇവർക്ക് സിർഹോസിസ് ഉണ്ടാകാം. സിർഹോസിസ് ഉള്ളവരിൽ ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമ അല്ലെങ്കിൽ ലിവർ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കുന്നതിലൂടെ നമുക്ക് അങ്ങനെ മറ്റേ ലോങ് ടൈമിൽ അവർക്ക് ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കുന്നതിലൂടെ. നഴ്സിംഗ് ലൈസൻഷ്യർ എക്സാംസിനും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ അവൈലബിൾ ആണ് നമ്മുടെ നഴ്സിംഗ് ഫ്ലെക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും ഒക്കെ ആയിട്ട്. കൂടുതൽ ലൈവ് ക്ലാസ്സുകളും കിട്ടും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം. അതുകൂടാതെ എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് നമ്മൾ ഫേസ്ബുക്കിൽ സബ്സ്ക്രിപ്ഷനായിട്ടും യൂട്യൂബിൽ മെമ്പേഴ്സ് ഉള്ളിലും ചെയ്യുന്നുണ്ട്.